وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. اللهم إنا نسألك حبك وحب من يحبك وحب عمل يقربنا إلى حبك. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم ربنا أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا واجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ പഠിക്കാൻ ഈ ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളവരെ, അല്ലാഹുവിൻ്റെ ദീന് വെളിച്ചമാണ്, പ്രകാശമാണ്, ദിയാ ആണ്, നൂറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ഇരുട്ടിലാകുന്ന സന്ദർഭത്തിലാണ് നബി തങ്ങൾ നമുക്ക് ദീനാകുന്ന വെളിച്ചം കൊണ്ട് വഴി കാണിച്ചു തന്നത്. നമ്മുടെ ദീനിൻ്റെ സുതാര്യതയും ദീനിൻ്റെ സുവ്യക്തതയും ദീനിൻ്റെ കൃത്യതയും ഒക്കെ മനസ്സിലാകാൻ ഉതകുന്ന ഒരു വിജ്ഞാന ശാഖയാണ് കർമ്മശാസ്ത്രം. കർമ്മശാസ്ത്രം പല ഭാഗങ്ങളുണ്ട്. അതിലെ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ പൊതു നിയമങ്ങൾ എന്നറിയപ്പെടുന്ന അൽ ഖവാഇദുൽ ഫിഖ്ഹിയ എല്ലാ മദ്ഹബുകളും ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട വിജ്ഞാന ശാഖയാണ്. മഹാനായ അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ, അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമായി കൊടുക്കട്ടെ, അദ്ദേഹത്തിൻ്റെ ഒരു മൻദൂമ, ഒരു കവിതയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 26 ബൈത്തുകൾ നമ്മൾ ചൊല്ലി. ഇനി 27ാമത്തെ വരിയാണ് ചൊല്ലാനുള്ളത്. ഇത് കുറച്ച് ശ്രദ്ധിക്കേണ്ടതുമാണ്. ഇപ്പം ദർസിൽ പഠിക്കുന്ന എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, ബാക്കിയുള്ളവരും ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. 27ാമത്തെ വരി ഇങ്ങനെയാണ്: ومن مسائل الأحكام في التبع يثبت لا إذا استقل فوقع. ومن مسائل الأحكام, ഹുക്കുമുകളുടെ മസ്അലകളിൽ ചിലതുണ്ട്. ഫിത്തബഇ യസ്ബുതു, അത് മറ്റൊന്നിനെ തുടർന്ന് വരുമ്പോൾ അത് സ്ഥിരപ്പെടുന്നു. ലാ ഇദസ്തഖല്ല ഫവഖ, എപ്പോഴല്ല, അത് സ്വതന്ത്രമായി വരുമ്പോഴല്ല, എന്നിട്ടത് സംഭവിക്കുമ്പോഴല്ല, മറിച്ച് മറ്റൊന്നിൻ്റെ കൂടെ വരുമ്പോൾ അതിനൊരു ഹുക്കുമും ഒറ്റക്ക് വരുമ്പോൾ വേറൊരു ഹുക്കുമും കിട്ടുന്ന മസ്അലകൾ ദീനിലുണ്ട്. ഒറ്റക്ക് അതിന് വേറെ, അത് സ്വതന്ത്രമായി ചെയ്യുമ്പോൾ ഒരു ഹുക്കുമായിരിക്കും, എന്നാൽ മറ്റൊന്നിൻ്റെ താബി ആയി വരിക എന്നാണ് പറയാം. താബി ആയി വരിക എന്ന് പറഞ്ഞാൽ അതിനെ തുടർന്ന് വന്നാൽ വേറൊരു ഹുക്കുമായിരിക്കും. അത് മതം കൃത്യമായി പരിഗണിച്ചിട്ടുള്ള ഒരു ഹുക്കുമാണ്. ചില ഹുക്കുമുകൾ അങ്ങനെ ഉണ്ടാകും, ദീനിൽ ഒരുപാട് ഹുക്കുമുകൾ അങ്ങനെ ഉണ്ടാകും. അപ്പം അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്ന അടിസ്ഥാനത്തിലാണ് ഇതോടെ പഠിപ്പിച്ചു തന്നത്. ഒരുപാട് പണ്ഡിതന്മാർ ഈ ഖായിദ സ്ഥിരീകരിച്ചവരായിട്ടുണ്ട്. പിന്നെ ഇജ്മാ ഉണ്ട്, ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഏകോപിച്ച അഭിപ്രായമുണ്ട് എന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് ഉദാഹരണം പറയുന്നത് കൂടുതൽ നല്ലത്. ആരാധനകളുടെ വിഷയത്തിൽ മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം ഇമാമിനെ പിൻപറ്റൽ നിർബന്ധമാണല്ലോ, അല്ലേ? ഇമാമ് ചെയ്യുന്നത് പോലെ തന്നെയാണ് മഅ്മൂം ചെയ്യാറുള്ളത്. ഈ മഅ്മൂം മസ്ബൂക്കായി വന്നു, അതായത് 1ാമത്തെ റക്അത്ത് കഴിഞ്ഞിട്ടാണ് വന്നത്. സുബഹിക്ക് അല്ലെങ്കിൽ ളുഹറിന് ഏതെങ്കിലും ഒരു ജമാഅത്തിന് ഒരാൾ ഒരു റക്അത്ത് കഴിഞ്ഞു വന്നു. അപ്പോൾ ഇമാമ് സ്വാഭാവികമായിട്ട് 2ാമത്തെ റക്അത്തിൽ എന്ത് ചെയ്യും? തശഹുദിന് ഇരിക്കും. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യണം? തശഹുദിന് ഇരിക്കണം. ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ അദ്ദേഹം 1ാമത്തെ റക്അത്തിന്റെ തശഹുദിലിരുന്ന എന്തായിരിക്കും അവസ്ഥ? നിസ്കാരം മാത്രമല്ലേ? അതായത് ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ 1ാമത്തെ റക്അത്തിന്റെ തശഹുദിന് ഇരിക്കാൻ കഴിയില്ലല്ലോ, ഇല്ല. പക്ഷെ ഇമാമിന്റെ കൂടെ നിസ്കരിക്കുമ്പോൾ ഇദ്ദേഹം നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് ഒരു റക്അത്തായിട്ടുള്ളൂ, അപ്പോൾ ഇതിനെന്തിരിക്കുന്നു? തശഹുദിന് ഇരിക്കുന്നു.
അതാണ് ഇമാമിന്റെ പിറകിലാകുമ്പോൾ ഇമാമിന് താബിയായി അല്ലെങ്കിൽ അവിടെ പിന്തുടർന്ന് വരുമ്പോൾ ഒരു വിധിയും, അതേപോലെ തന്നെ അദ്ദേഹം ഒറ്റക്ക് ഇതൊറ്റക്ക് ചെയ്യുമ്പോൾ വേറൊരു വിധിയാണ് ഉണ്ടാവുക. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഒറ്റക്ക് ചെയ്യുമ്പോൾ സ്ഥിരപ്പെടാത്തത് മറ്റൊന്നിന്റെ കൂടെ ആകുമ്പോൾ സ്ഥിരപ്പെടും. അതിനൊരു ഉദാഹരണമാണ് ഇപ്പൊ പറഞ്ഞത്. അതുകൊണ്ട് കുറച്ചുകൂടി വ്യക്തമാവുന്നുള്ളതാണ് തോന്നുന്നത്. ഇനി ഇപ്പൊ അദ്ദേഹം വേറെ കൊടുത്തൊരു ഉദാഹരണം, പൊതുവെ നിസ്കരിക്കാൻ നമ്മളെ പകരം നിസ്കരിക്കാൻ ആരെയും ഏൽപ്പിക്കാൻ പറ്റൂല. അതില്ലല്ലോ, പകരം നിസ്കരിക്കാൻ ആരെയും ഏൽപ്പിച്ചിട്ട് ഇല്ല എനിക്ക് കുറച്ച് ഇന്ന് പണിയുണ്ട്, ഇജിന്റെ പകരം പോയി നിസ്കരിച്ചാൽ 500-1000 തരാന്ന് പറഞ്ഞാൽ കഴിയൂലല്ലോ. ഇല്ല, നമ്മൾ തന്നെ നിസ്കരിക്കണം. എന്നാൽ ഹജ്ജിന്റെ മസലകളിൽ ചിലപ്പോ ഒരു മനുഷ്യന് നമ്മള് ജീവിച്ചിരിക്കുന്ന ആൾക്ക് വേണ്ടിയൊക്കെ ഹജ്ജ് ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവുമല്ലോ. പ്രയാസം കൊണ്ട് ഹജ്ജിന് പോകാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടി പകരം ഹജ്ജ് ചെയ്യുന്ന സന്ദർഭം ഉണ്ടാവും. അപ്പൊ ഈ ത്വവാഫിന്റെ അവിടെ 2 റക്അത്ത് ഇയാൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ പെട്ടതാണല്ലോ അവിടെയുള്ള ത്വവാഫിന്റെ ഭാഗത്തുള്ള 2 റക്അത്ത് നിസ്കാരം. ആ 2 റക്അത്ത് തഹിയ്യത്തിനെ പോലെ അല്ലെങ്കിൽ ത്വവാഫ്, ഇതൊക്കെ ത്വവാഫ് നിസ്കാരമാണെന്ന് പറഞ്ഞ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ഇനി അതല്ല, അവിടെയുള്ള 2 റക്അത്ത് ആണെങ്കിൽ തന്നെ ഇതൊക്കെ ആർക്ക് പകരം ചെയ്യുന്നതാണ്? എന്നാൽ വേറൊരാൾ സ്വതന്ത്രമായിട്ട് വേറൊരാൾക്ക് വേണ്ടി നിസ്കരിച്ചാവോ? ഇല്ല. ഹജ്ജിന്റെ കൂടെ ആകുമ്പോൾ ഈ പറയപ്പെട്ടതിൽ അങ്ങനെ ഒതുങ്ങിപ്പോകും. അതാണ് ഇബാദത്തിന്റെ വിഷയത്തിൽ അദ്ദേഹം കൊടുത്ത ഉദാഹരണങ്ങൾ. അപ്പം ഒരു സാധനം വേറൊന്നിന്റെ ഉള്ളിൽ വരുമ്പോൾ ഒരു ഹുക്കുമും, സ്വതന്ത്രമായി നമ്മളത് ചെയ്യുമ്പോൾ ചിലപ്പോൾ പാടില്ല എന്നുള്ള ഹുക്കുമൊക്കെ ഉണ്ടാവും. മറ്റൊന്നിന്റെ കൂടെ വരുമ്പോൾ അത് അനുവദിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. ഇതിലിപ്പോ കച്ചവടത്തിലൊരു ഉദാഹരണം, പൊതുവെ ഒരു പശു ഗർഭിണിയാണ്, ആ അർത്ഥത്തിൽ ഒരു കുട്ടിയുണ്ട് വയറ്റിൽ, പശുവാണ്. വിൽക്കാൻ ആ വയറ്റിലുള്ളതിനെ മാത്രം എടുത്ത് വിൽക്കാൻ പറ്റൂല. ഒറ്റക്ക് എടുത്ത് വിൽക്കാൻ പറ്റുമോ? വയറ്റിലുള്ളതിനാണ് കയറി മുറിച്ചെടുത്ത് വിൽക്കാൻ കഴിയില്ലല്ലോ. ഇല്ല. എന്നാൽ ഉമ്മനെ വിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതും വിൽക്കപ്പെടും, ആ കുട്ടി വിൽക്കപ്പെടും. അങ്ങനെയുള്ള കൂടെ ചിലത് സ്ഥിരീകരിക്കപ്പെടും എന്നുള്ളതാണ്. പിന്നെ ചില കച്ചവടത്തിലൊക്കെ ഇപ്പോൾ കച്ചവടം ചെയ്യുമ്പോൾ നമ്മൾ വീട് കച്ചവടം ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ സാധനവും ചുമരിങ്ങനെയാണ് അതിൻ്റെ എല്ലാം നോക്കൂലല്ലോ. ശരിക്കും കച്ചവടത്തിൽ എല്ലാം അറിയണം എന്നുള്ളതാണ്. ഇതിന്റെ അസാസ് എന്താണ്, ഇതിന്റെ അടിസ്ഥാനം എന്താണ്, അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. ചുമര് അതിലാണ് കയറി പോയിക്കോളും, അല്ലെങ്കിൽ വീട്ടിലെ എല്ലാ സാധനങ്ങളും അങ്ങനെയാണ് കയറി പോയിക്കോളും. ഇതൊക്കെ കച്ചവടത്തിന്റെ വിഷയത്തിൽ പെട്ടതാണ്. പിന്നെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ വരുമ്പോൾ സകാത്തുൽ ജനീൻ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പശുവിനെ അറുക്കുകയാണെങ്കിൽ, ബലി അറുക്കുകയാണെങ്കിൽ, ആ ഉമ്മനെ ബലി അറുത്താൽ തന്നെ, അല്ലെങ്കിൽ ആ തള്ള പശുവിനെ ബലി അറുത്താൽ തന്നെ കുട്ടിക്കത് മതിയാകുന്നതാണ്. ഇതൊക്കെ ഇതിലുള്ള കായികകളാണ്. അങ്ങനെ ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബനു നളീറുകാരെ ശിക്ഷിച്ചിരിക്ക് തീ കൊണ്ട് ശിക്ഷിക്കാൻ പാടില്ല എന്ന് ഹുക്കുമുണ്ടല്ലോ. തീ കൊണ്ട് ശിക്ഷിക്കാൻ പാടില്ല, ഒരാളെ വധിക്കാനൊന്നും പാടില്ല, അല്ലെങ്കിൽ ആ രൂപത്തില്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബനു നളീറുകാരുടെ ഈത്തപ്പനത്തിന് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? തീ ഇട്ടിട്ടുണ്ട്. അവിടെ പക്ഷികളും പ്രാണികളൊക്കെ ഉണ്ടായിട്ടും അത് മറ്റൊന്നിന്റെ കൂടെ അവിടെ വേറൊരു ഇത് വന്നപ്പോൾ അതിന്റെ കൂടെ ആയിപ്പോയതാണ്. അപ്പൊ അതിന് ഹുക്കുമ് പ്രത്യേകം അവിടെ അനുവദിക്കപ്പെടും എന്നുള്ളതാണ്. അതൊക്കെയാണ് ഇതിനുള്ള തെളിവ്. ഇത് പല വിഷയങ്ങളിൽ വരും. ചെറുതായിട്ട് ഞാനിങ്ങനെ ഇതിന്റെ സൂചന കൊടുത്തു മാത്രം. ഇത് നമ്മൾ ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് ഖവാദിൽ ഫിഖ്ഹിയ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾക്കിത് വളരെ ഡീപ്പായി പഠിക്കേണ്ട, ആഴത്തിൽ പഠിക്കേണ്ട ഒരു കായികയാണ്. ഒരുപാട് വിഷയങ്ങളിൽ ഇങ്ങനെ വരും. നമ്മൾ ഒന്നിന്റെ കൂടെ വരുമ്പോൾ ഒരു ഹുക്കുമും, സ്വതന്ത്രമായി വരുമ്പോൾ വേറൊരു ഹുക്കുമാണ് ഉണ്ടാവുക എന്ന് ഫിഖ്ഹില് അത് പണ്ഡിതന്മാര് കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കായികയാണ്. നമ്മളത് മനസ്സിലാക്കി പോവാ, എങ്ങനെയൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞു പോവാ എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. ومن مسائل الاحكام في التبع يثبت لا اذا استقل فبق. ഇത് കവിതക്ക് വേണ്ടി ഇങ്ങനെ പറഞ്ഞതാണ്. ഹുക്കുമുകളിൽ ചില മസ്അലകളുണ്ട്, അത് ഫിത്തബഇ യസ്ബുതു, അത് ഒന്നിന് തുടർന്ന് വരുമ്പോൾ അത് സ്ഥിരപ്പെടുന്നു. ലാ ഇദാ ഇസ്തഖല്ല, മറിച്ച് അത് സ്വതന്ത്രമായി വരുമ്പോഴല്ല, ഫവഖ എന്നിട്ട് അത് സംഭവിക്കുമ്പോഴല്ല എന്ന് അദ്ദേഹം പഠിപ്പിച്ചു തരികയാണ്. ഇതിന് പൊതുവെ പണ്ഡിതന്മാര് ഉപയോഗിക്കുന്ന ഒരു ഖാഇദ, യസ്ബുതു തബഅൻ മാലാ യസ്ബുതു ഇസ്തിഖ്ലാലൻ. യസ്ബുതു തബഅൻ മാലാ യസ്ബുതു ഇസ്തിഖ്ലാലൻ. ഒരു കാര്യം തബഅായി സ്ഥിരപ്പെടും, പക്ഷെ അത് സ്വതന്ത്രമായി സ്ഥിരപ്പെടുകയില്ല. ഇതാണ് തബഅ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് മറ്റൊന്നിന്റെ കൂടെ വരിക,
പിന്തുടർന്നു വരിക എന്നുള്ളതാണ് അതിന്റെ ആശയം. ഇതാണ് അതിലുള്ളത്. ഇനി പണ്ഡിതന്മാർ ഈ ഖായിദ പൊതുവെ വേറെ വലിയ ഖായിദ ഉണ്ട്, അത്താബിഉ താബിഉ എന്ന് പറഞ്ഞൊരു ഖായിദ ഉണ്ട്. അത് കുറച്ചുകൂടി ഡീപ്പായ ഖായിദയാണ്, ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഈ ഖായിദക്ക് അതിന് തുടർന്നു വരുന്നതാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ പ്രാവശ്യം ഇങ്ങനെ ചർച്ച ചെയ്യുന്നില്ല. അപ്പൊ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് പറയാം. ഇതിൽ പൊതുവെ രസകരമായ പല കാര്യങ്ങളും പറയലുണ്ട്. നമ്മൾ ഇൻഷാ അല്ലാഹ് അതിങ്ങനെ പോവാണ്. ഇനി അൽ ആദത്തു മുഹക്കമ എന്ന് പറഞ്ഞ ഖായിദ നമ്മൾ മുമ്പ് പഠിച്ച ഖായിദ തന്നെയാണ്. ഉറുഫ്, നാട്ടാചാരത്തെ പറ്റി അതെവിടേക്കാണ് പരിഗണിക്കപ്പെടുക നമ്മൾ പറഞ്ഞിരുന്നു. നാട്ടാചാരം പരിഗണിക്കപ്പെടുന്ന മേഖലകൾ. ഇപ്പൊ ശറഅ് പ്രത്യേകമായ ഒരു അളവ് പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ നമ്മൾ നാട്ടിലെ അളവാണ് നോക്കുക. ഇപ്പൊ ഭാര്യക്ക് ചെലവിന് കൊടുക്കണം, എത്ര കൊടുക്കുക. ഇപ്പൊ നാട്ടിലെല്ലാവരും പൊതുവെ എത്രയാണോ കൊടുക്കല് അങ്ങനെയാണ് കൊടുക്കുക. അതേപോലെ തന്നെ പല വിഷയങ്ങളിലും മഅറൂഫ് അനുസരിച്ച് ചെയ്യാന്നാണ് ഖുർആനിൽ ഉണ്ടാവുക. അപ്പം അവിടെയുള്ള മഅറൂഫ് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ പരിചിതമായ രൂപം അതനുസരിച്ച് ചെയ്യാന്നുള്ളതാണ് അടുത്ത ഖായിദ. അതുകൂടി ജസ്റ്റ് നമുക്ക് പറഞ്ഞ് തുടങ്ങി വെക്കാം ഇൻഷാ അല്ലാഹ്. ഒരു 5 മിനിറ്റ് കൂടി പോയിക്കൂടെ ഇൻഷാ അല്ലാഹ്? നമ്മൾ പൊതുവെ സുബഹി വൈകിയോണ്ടേ പിന്നെ ഒരു 6:30 വെച്ച് പോകാൻ കഴിയില്ലല്ലോ. കുറച്ചും കൂടി പോയിക്കൂടെ ഇൻഷാ അല്ലാഹ്? അതാണ് 28ാമത്തെ വയത്ത്. والعرف معمول به إذا ورد حكم من الشرع الشريف لم يحد. والعرف നാട്ടാചാരം മഅമൂലുൻ ബിഹി അത് നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യേണ്ടതാണ്. ഇദാ വറദ ഹുക്മുൻ മിന ശറഇ ശരീഫി, ശരീഫായ പവിത്രമായ അല്ലെങ്കിൽ പോരിശയുള്ള ശറഇൽ നമ്മുടെ ദീനിൽ ഒരു ഹുക്മു വന്നു എന്നിട്ട് ലം യുഹദ്, അതിന് ഒരു പരിധി ശറഅ് പറഞ്ഞിട്ടില്ല. ശറയിൽ വിധിയുണ്ട്, പക്ഷെ ഇത്ര അളവ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടാ മടങ്ങേണ്ടത്? നമ്മളെ നാട്ടിലാണ്, നാട്ടിൽ എത്രയാണ് കൊടുക്കുക. അതാണ് ഈ ഖായിദയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ നാട്ടിൽ ഉറുഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചിതമായ നമ്മുടെ നാട്ടിൽ രൂപം ഉണ്ടാവും. മറ്റേത് നമ്മൾ ആദത്തുകൾ പറഞ്ഞല്ലോ, ആചാരങ്ങള്, അതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ഏത് പറ്റും ഏത് പറ്റില്ല എന്നൊക്കെ, നമ്മൾ ശീലങ്ങളിൽ ഏതൊക്കെ പറ്റും, നമ്മുടെ നാട്ടിലെ ശീലങ്ങളിൽ ഏതൊക്കെ പറ്റും പറ്റില്ല നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ശറയിൽ ഒരു വിധി വന്നു, ശറയിൽ അള്ളാഹുവിന്റെ ദീനിലൊരു വിധി വന്നു, എന്നിട്ട് അതിനെന്ത് ചെയ്തിട്ടില്ല, പിന്നെ പ്രത്യേകമായ ഒരു അളവ് ശറഅ് പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ നമ്മളുടെ പിന്നെ എന്താണ് പരിഗണിക്കുക? നമ്മുടെ നാട്ടിലെ അളവാണ് പരിഗണിക്കുക. ഞാൻ പറഞ്ഞു ചെലവിന് കൊടുക്കൽ അതിൽ പെട്ടതാണ്. അങ്ങനെ വേറെ പല ഉദാഹരണങ്ങളുണ്ട്. ഇനി പിന്നെ അതിനിപ്പോ ചില ഉദാഹരണങ്ങൾ നോക്കുക. അൽ മുറൂഅത്ത്, മുറൂഅത്ത് പറഞ്ഞാൽ ഒരാളുടെ പിന്നെ വ്യക്തിത്വം, നല്ല സ്വഭാവം എന്നൊക്കെ പറയാം. അത് ഓരോ നാട്ടിലനുസരിച്ച് ഓരോ നാട്ടിലെയും മുറുവത്തിന് ചേർന്നല്ല, ഒരാളുടെ നല്ല സ്വഭാവത്തിന് നല്ല വ്യക്തിത്വത്തിന് ചേർന്നല്ല എന്ന് നമ്മൾ പല നാട്ടിലും പല കോലത്തിലെ പറയാം. നമ്മളെ നാട്ടിൽ മുറുവത്താകുന്ന ആവൂല വേറെ നാട്ടിലൊരു മുറുവത്താകുക. അപ്പൊ അത് നാട്ടിലനുസരിച്ചിട്ടാണ്. ഒരാൾക്ക് മുറുവത്ത് ഉണ്ടാകണം എന്നുള്ളതിൽ ചർച്ചയല്ല. മുറുവത്ത് പറഞ്ഞാല് ഒരു മനുഷ്യന് പിന്നെ അവന്റെ ഒരു വ്യക്തിത്വവും അവന്റെ ഒരു സ്വഭാവമൊക്കെ ആളുകൾ എങ്ങനെ കണക്കാക്കുന്നു എന്നുള്ളതാണ്. പല മാനങ്ങൾ അതിന് മലയാളത്തിൽ പറയലുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക. എന്താകട്ടെ, ഓരോ നാട്ടിലും അതനുസരിച്ചിട്ടുണ്ടാവും. എല്ലാ നാട്ടിലും അംഗീകരിക്കപ്പെടുന്ന പൊതുവെ നല്ല സ്വഭാവങ്ങൾ ഉണ്ടാകും. അതല്ലാതെ നമ്മളെ നാട്ടിൽ ഇപ്പൊ അതൊരു മുറുവത്തിനെതിരാണ് അറിയാം. അങ്ങനെ ആ ഒരു കാര്യം ഇപ്പൊ ചില ആളുകൾ ഈ വസ്ത്രം അത് മുറുവത്തിനെതിരാണ്, ഇങ്ങനത്തെ ഒരു ബനിയൻ ധരിക്കൽ അത് നമ്മളെ മുറുവത്തിനെതിരാണെന്നൊക്കെ പറയും. പക്ഷെ നമ്മളെ നാട്ടിൽ അത് എന്താവില്ല, മുറുവത്തിനെതിരാവില്ല. അപ്പൊ ഓരോ നാട്ടിലും അതിന് മുറുവത്ത് വ്യത്യാസം ഉണ്ടാകും. അപ്പൊ മുറുവത്ത് ഉണ്ടാകണം എന്നുള്ളതാണ് ദീനിന്റെ കൽപ്പന. പിന്നെ നമ്മള് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം കസറാക്കാൻ യാത്ര എന്നുള്ളതാണല്ലോ. അപ്പൊ ഓരോ നാട്ടിൽ ഏതാണ് യാത്ര എന്നുള്ളതനുസരിച്ചിട്ട് വ്യത്യാസപ്പെടും. അവിടെയും ഉറുഫിലേക്കാണ് മടങ്ങേണ്ടത്. പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഫക്കീറും ഖനിയും തമ്മിലുള്ള വാബിത്ത്. ആരാണ് പാവപ്പെട്ടവൻ, ആരാണ് പണക്കാരൻ? അപ്പൊ ഓരോ നാട്ടിലും വ്യത്യസ്ത കണക്കിനേക്കാരം പണക്കാരനും പാവപ്പെട്ടവനും ഉണ്ടാവാം. നമ്മളെ നാട്ടിൽ ഇപ്പൊ ഒരു പാവപ്പെട്ടവൻ എന്ന് പറയണമെങ്കിൽ എന്താണ് അവന്റെ അവസ്ഥ ഉണ്ടാവേണ്ടത്? ഒരു പണക്കാരൻ ആവണമെങ്കിൽ എത്ര പൈസ ഉണ്ടാകണം? ഇപ്പൊ ഓരോ നാട്ടിലും ഓരോ കാലത്തും വ്യത്യാസം ഉണ്ടാവും. പണ്ടത്തെ കാലത്ത് ഒരു 100 റുപ്യ ഉണ്ടായിരുന്ന ആളെ പോലെ അല്ലല്ലോ ഇന്ന് 100 റുപ്യ ഉണ്ടാവുന്ന ആള് അല്ല. നിങ്ങൾക്ക് എന്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരുപാട് അറിയാം. 100 രൂപ പണ്ടുണ്ടായിരുന്ന ആളും ഇന്ന് 100 രൂപ കയ്യിലുള്ള ആളും എങ്ങനെയായിരിക്കും? ഒരിക്കലും സമാവില്ലല്ലോ. ഇല്ല. അപ്പൊ അതനുസരിച്ച് നാട്ടനുസരിച്ച് അല്ലെങ്കിൽ കാലനുസരിച്ച് അതിന് അളവ് കൊടുക്കും. ഇതൊക്കെ ശറഅ് പരിഗണിച്ചത് തന്നെയാണ്. ഇനി നമുക്ക് പറ്റുന്നൊരു ഉദാഹരണം, നമ്മൾ കൂലിക്ക് ഒരാളെ വിളിച്ചു. ഇത് ആമിലി മുദ്ദത്തി യൗമിൻ, ഒരു ദിവസം പണിക്ക് വിളിച്ച്.
നമ്മൾ പ്രത്യേകം സമയമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എത്ര സമയം വർക്ക് ചെയ്താലാണ് ഒരു ദിവസത്തെ പണിയാവുക? ഒരു ദിവസത്തെ പണിക്ക് ഒരാളെ വിളിക്കും, നമ്മൾ വിളിക്കലില്ലേ? നമ്മളെ വീട്ടിലത്തെ പണിക്കൊക്കെ ഒരു ദിവസത്തെ ഒരാൾ വിളിക്കും. അപ്പൊ എത്ര മണിക്കൂർ പണിയെടുത്താലാണ് ഒരു ദിവസത്തെ പണിയാവുക? ഇതൊക്കെ നമ്മളെ നാട്ടിലൊരു നടപ്പ് രീതി ഇല്ലേ? അപ്പൊ ശറഅ് പ്രത്യേകം പറഞ്ഞിട്ടില്ല. അതൊക്കെ എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഒരാൾ പറഞ്ഞു ഞാൻ ഇനി ഖുബ്സ് കഴിക്കൂലെന്ന് പറഞ്ഞു. ഖുബ്സ് കഴിക്കൂല. ആ നാട്ടിൽ ഖുബ്സ് പറഞ്ഞാൽ ഒരു പ്രത്യേക ഫുഡാണ് കുട്ടികളെ. ഒരു ഉദാഹരണം പറയാം. ആ നാട്ടിൽ ഖുബ്സ് പറഞ്ഞാൽ ഒരു പ്രത്യേക ഫുഡാണ്. ബ്രെഡും എന്താ പറയാ, നമ്മള് ബിസ്ക്കറ്റ്, ഇതൊക്കെ ഖുബ്സ് എന്ന് അറബിയിൽ വേണമെങ്കിൽ പറയാം. ബ്രെഡിന് പറയാം, ഖുബ്സിന് പിന്നെ ബിസ്ക്കറ്റ് വേണമെങ്കിൽ പറയാം. ഇനി അതല്ലെങ്കിൽ റസ്കിന് പറയാം, ഇനി അതല്ലെങ്കിൽ ചപ്പാത്തിക്കും പറയാം, അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് കുബൂസ് പറയുന്ന ഈ സാധനത്തിലൊക്കെ പറയാം. അപ്പൊ ഒരാൾ പറഞ്ഞു ഞാൻ ഈ കുബൂസ് കഴിക്കൂലായിരുന്നു. അറബിയിൽ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഇതൊക്കെ ഖുബ്സ് ആയിരിക്കും. പക്ഷെ അയാൾ ഉദ്ദേശിച്ച കുബൂസ് നമ്മൾ ആ ബ്രോസ്റ്റിന്റെ ഒപ്പം കിട്ടുന്ന കുബൂസ്, അല്ലെങ്കിൽ ആ കടയിൽ ഷവർമന്റെ ഒപ്പം കിട്ടുന്ന കുബൂസ് ആണെങ്കിൽ വേറെ ബ്രെഡ് എന്തുകൊണ്ട് അയാൾ സത്യം ചെയ്തത്, അയാൾ സത്യം ലംഘിച്ചോ എന്നാണ് ചോദ്യം. ഇല്ല, അയാൾ ഉദ്ദേശിച്ച കുബൂസ് ഏതാണ്? അത് നാട്ടില് നമ്മൾ പരിചിതമായ കുബൂസ് അതാണ് എന്ന് പറയാം. അല്ല, നമ്മുടെ നാട്ടിൽ ഈ ഖുബൂസ് ഒക്കെ ഖുബൂസ് എന്ന് പറയുന്നതാണെങ്കിൽ അയാൾ ബിസ്ക്കറ്റ് എന്നാൽ തന്നെ എന്താവും? അയാൾ സത്യം ലംഘിച്ചു എന്ന് പറയാം. ഇതൊക്കെ ഒരു ഉദാഹരണമാണ്. പിന്നെ അതേപോലെ തന്നെ കുടുംബബന്ധം ചേർക്കലില്, ഭാര്യക്ക് ചെലവിന് കൊടുക്കലില് ഒക്കെ അങ്ങനെ തന്നെ. പിന്നെ ഇസ്രാഫ്, ഒരാൾ അമിതവ്യയം ചെയ്തു, ഓവറായി ചെലവഴിച്ചു എന്ന് എപ്പോഴാണ് പറയാം? ഇതൊക്കെ നമ്മുടെ നാട്ടിന്റെ കാര്യം അനുസരിച്ചിട്ടുണ്ടാകും എന്നാണ് ഇതിൽ പറഞ്ഞത്. തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് തെളിവുണ്ട്. ഖുർആനിലുണ്ട് ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ. ഇവിടെ സമ്ആനി പറഞ്ഞു ഉർഫ് എന്ന് പറഞ്ഞാൽ, മുഫസ്സിറാണ് കേട്ടോ അദ്ദേഹം സമ്ആനി. ഉർഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ മുറാദ് മാ യഅരിഫുഹു നാസു വയതആറഫൂനഹു ഫീമാ ബൈനഹും, ജനങ്ങൾ അവർക്ക് പരിചിതമായതും അവർ പരസ്പരം പിന്നെ നടപ്പാക്കുന്നതുമായ സാധനങ്ങളാണ് ഉർഫ് എന്ന് പറഞ്ഞാൽ. കുല്ലു മാ അറഫത്ഹു നുഫൂസു മിമ്മാ ലാ തറുദ്ദുഹു അശ്ശറു അല്ലെങ്കിൽ മിമ്മാ ലാ തുരിദ്ദുഹു ശർറു, അങ്ങനെ എന്താണ്, അല്ലാഹു അലം. എന്താകട്ടെ പരിചിതമായതെന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉണ്ടല്ലോ, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദു എന്ന് പറഞ്ഞല്ലോ. ആ ഹദീസിൽ പിന്നെ ലൈസ അലൈഹി അംറുന എന്നുള്ളതിൽ എന്തൊക്കെ പെടും? ഒന്ന് മാ അലാ ഇഅ്തിബാരി മൽ മുസ്ലിമൂന അലൈഹി ഇമ്മാ മിനൽ ജിഹത്തിൽ അംരി ശറഈ ഔ മിൻ ജിഹത്തിൽ ആദത്തിൽ മുസ്തഖറ, പൊതുവെ മുസ്ലിങ്ങൾക്ക് ഒരു ആദത്തായി സ്ഥിരപ്പെട്ടത് അല്ലെങ്കിൽ ശറഈയായ റസൂലുള്ളാഹ് പഠിപ്പിച്ചു കൊടുത്തതൊക്കെ അതിൽ പെടും എന്നുള്ളതാണ്. അങ്ങനെ മർദാവി പറഞ്ഞിട്ടുണ്ട് എന്ന്. എന്തായാലും ഈ ഖായിദക്ക് ഒരുപാട് തെളിവുകളുണ്ട്, എല്ലാം നമ്മൾ വായിക്കണമെന്നില്ല. എന്താകട്ടെ, ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട 2-3 കാര്യങ്ങളോട് പറയാനുണ്ട്. ഈ ഖായിദയുമായി ചേരുന്ന ചില കാര്യങ്ങൾ. പിന്നെ ഉറുഫ് അനുസരിച്ചിട്ട് ഉറുഫ് തെളിവാക്കാനുള്ള ചില ഷർത്തുകളുണ്ട്. എല്ലാ ഉറുഫിനെയും നമ്മൾ തെളിവാക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എല്ലാം നമുക്ക് എടുക്കാൻ പറ്റില്ല. ശറഈനെതിരാ വരുന്നൊക്കെ ഉണ്ടല്ലോ, അതുണ്ട്. അപ്പോൾ ആ നിബന്ധനകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി വിശദമായിട്ട് പറയും. ഇന്ന് നമ്മൾ 2 ഖായിദകളാണ്, ഒരു ഖായിദ തുടങ്ങി വെച്ചു, ഒരു ഖായിദ പറഞ്ഞു പോയി. മറ്റേ മുമ്പ് പറഞ്ഞ ഖായിദ പണ്ഡിതന്മാരാണ് കുറച്ചും കൂടി അത് മനസ്സിലാക്കി എടുക്കേണ്ടത്. അതായത് ഒരു നിയമം അത് സ്വതന്ത്രമായി വരുമ്പോൾ വേറൊരു നിയമം, മറ്റൊന്നിന് താബിയായി വരുമ്പോൾ വേറൊരു നിയമമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ ഇന്ന് ഉറുഫിലേക്ക് നമ്മൾ കടന്നു. നമ്മൾ മുമ്പ് ഉറുഫിനെ കുറിച്ച് കുറച്ച് പറഞ്ഞിട്ടുണ്ട്, ആദത്ത് എന്ന നിലക്കാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഉറുഫ് നാട്ടാചാരവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ പരിഗണിക്കും, നിബന്ധനകൾ എന്തൊക്കെ എന്നുള്ള ചർച്ചകൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാൻ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കുന്ന, അള്ളാഹുവിൻ്റെ ദീന് ഉൾക്കൊണ്ട് ജീവിക്കുന്ന ബസീറത്തോടു കൂടി ഏത് കാര്യം ചെയ്യുമ്പോഴും കൃത്യമായ അറിവോടുകൂടി, വന്നോടുകൂടിയല്ല, ഊഹത്തോടു കൂടിയല്ല, മറിച്ച് നല്ല ഉറപ്പോടുകൂടി യഖീനോടുകൂടി ചെയ്യുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീന് പഠിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ സൽക്കർമ്മങ്ങളും തുടർത്താൻ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരട്ടെ. ഹദാ വല്ലാഹു അലം. വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിറിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹുൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.